പത്തനംതിട്ട ജില്ല അത് ഞങ്ങളുടെ സ്വന്തം ജില്ലയാണ്. ആ ജില്ലയുടെ ചില വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. Chains are released. I can sing. I am free, and not I, but through Christ in me. അച്ഛൻ ഇതെല്ലാം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നടക്കുമ്പോൾ എന്നോട് പറയും, മോളെ എനിക്ക് വലിയ ആയുസൊന്നുമില്ല, എൻ്റെ നിത്യതയെല്ലാം ഞാൻ ഉറപ്പാക്കി വെച്ചേക്കും. എപ്പോൾ പറഞ്ഞാലും പറയും നിത്യത പറയാത്ത ഒരൊറ്റ പ്രസംഗം. എൻ്റെ സീറ്റെല്ലാം റെഡിയാണ്, അതിൻ്റെ സീറ്റിൻ്റെ നമ്പർ ഇത്ര. നീ പോലും അറിയാത്ത സമയത്തായിരിക്കുമ്പോൾ ഒരു മിലിറ്ററിയിൽ ജോലി ചെയ്ത ആളായതുകൊണ്ട് ആ മിലിറ്ററി സ്റ്റൈലിലാണ് ശുശ്രൂഷ. പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ചരിത്രപരമായും ആത്മീകപരമായും പല രീതിയിൽ പ്രസിദ്ധി നേടിയ ഒരു ജില്ലയാണ്. ഈ ജാതികളായിട്ടുള്ളവർ പത്തനംതിട്ട ജില്ല എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഓടി വരുന്ന ഒരു ഓർമ്മ പത്തനംതിട്ട ശബരിമലയെക്കുറിച്ചാണ്. അവിടുന്ന് യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ആറന്മുള വള്ളംകളി, ആറന്മുള പൊന്നമ്മ, ആറന്മുള കണ്ണാടി, ഇങ്ങനെ പല രീതിയിൽ ചരിത്രത്തിൽ അത് ഇടം നേടിയിട്ടുണ്ട്. ഇനിയും ആറന്മുള എയർപോർട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി പത്തനംതിട്ട ജില്ലയെ സൗന്ദര്യമുള്ളതാക്കി തീർക്കും, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം കുറിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് പത്തനംതിട്ട ജില്ല എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഓടി വരുന്ന ഒന്നാമത്തെ ഓർമ്മ എന്ന് പറയുന്നത് മാരമൺ കൺവെൻഷനാണ്. ഞങ്ങളതിനെ മണക്ക് കൺവെൻഷൻ എന്നാണ് പറയുന്നത്. അന്ന് ഞങ്ങൾ ഓർത്തഡോക്സിലായിരുന്നു, തീരെ ചെറുപ്പം. മണക്ക് കൺവെൻഷന് പോകാമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ചെന്ന് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അവർ പ്രസംഗിക്കുന്നത് കേൾക്കാനോ ഒന്നുമല്ല. മമ്മി ഞങ്ങളെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു സ്പ്രിങ് വള കിട്ടും, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങ് വരെ നിൽക്കും, അല്ല അറ്റ് സ്ട്രെച്ച് നമുക്ക് വലിച്ചു നീട്ടിയിടാൻ പറ്റുന്ന ഒരു സ്പ്രിങ് വളയുണ്ടായിരുന്നു. പിന്നെ നല്ല ഈന്തപ്പഴം എന്നുണ്ടെങ്കിൽ ആ മണക്ക് കൺവെൻഷന് പോകണമായിരുന്നു. പിന്നെ നല്ല ചെടികൾ, നല്ല പായ, നല്ല ടോയ്സ്, ഇങ്ങനെ പലതും കണ്ടും കേട്ടും തിരിച്ചു വരുന്നതായിരുന്നു ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന മണക്ക് കൺവെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം പെന്തക്കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പെന്തക്കോസ്റ്റിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലാണ് പിന്നെ കാഴ്ചപ്പാടുകൾ മാറുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ല എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓടി വരുന്നത് കുമ്പനാട്ട് കൺവെൻഷനാണ്. കുമ്പനാട്ട് കൺവെൻഷൻ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടുണ്ട്. മണക്ക് കൺവെൻഷൻ കാണാൻ പോയതുപോലെ തന്നെ അവിടെ ചെന്ന് ആകെപ്പാടെ ഒരു ബഹളം, ഒരു ആൾക്കൂട്ടം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോളിലൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി വരുന്ന നല്ല പുസ്തകങ്ങൾ, നല്ല വേദപുസ്തകം, നല്ല പാട്ടുപുസ്തകം, അങ്ങനെ നല്ല CDs, ഇതെല്ലാം കണ്ടു കേട്ട് ഇറങ്ങി വരുന്നതാണ് ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന കുമ്പനാട്ട് കൺവെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ കുമ്പനാട്ട് കൺവെൻഷനേക്കാളും ഏറെ കുമ്പനാട്ടിനൊരു പ്രസിദ്ധിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം കുമ്പനാടൂടെ പ്രോബ്ലി ഒരു 20 വർഷം മുമ്പ് കുമ്പനാടിനരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ കേൾക്കുന്നു, ഇന്നു പകൽ മുഴുവൻ കരുണ. വേറൊരു വീട്ടിൽ കേൾക്കുന്നു, യേശു നല്ലവൻ. ഒരു 50 മീറ്റർ അപ്പുറത്ത് വേറെ വീട്ടിൽ വേറൊരു പാട്ട് കേൾക്കുന്നു. വേറെടുത്ത് വന്നപ്പോഴേക്കും ഒരു അപ്പച്ചൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒരു സ്ട്രീറ്റിലാണ് 4-5 വീടുകളുടെ പ്രാർത്ഥന. അതാണ് കുമ്പനാട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കുമ്പനാട് ഒരു ബാറില്ല. ഉറങ്ങിയിരുന്ന ഏതോ അണ്ണൻ ഞെട്ടി, എൻ്റെ വീടിലെ രഹസ്യം, എൻ്റെ അലമാരയുടെ രഹസ്യം ഇയാൾ എങ്ങനെയാണ് അറിഞ്ഞത്? കത്രിമേശ കഴിക്കാനാണോ നീ വന്നേ? സൂക്ഷിച്ചോ, കാരണം ഇത് എൻ്റെ മേശയല്ല, ഇത് കർത്താവ്, വിശുദ്ധനായ കർത്താവിൻ്റെ മേശയാ. കുമ്പനാട് എന്തില്ല? ബാറില്ല. വേറെ ഒരു കാര്യം കൂടെ ഇല്ല. സ്തോത്രം. അത് കേൾക്കുമ്പോൾ ഒത്തിരി പേർക്ക് ദുഃഖമായും. ബാറില്ല. 2 സിനിമാ തിയേറ്ററില്ല. കുമ്പനാട് ബാറില്ല, കുമ്പനാട് സിനിമാ തിയേറ്ററില്ല. നിന്റെ വീട് സിനിമാ തിയേറ്റർ ആകല്ല. അത് ഈ കേട്ടതെല്ലാം പത്തനംതിട്ട ജില്ലയുടെ വിശേഷങ്ങളാണ് കേട്ടോ. എന്നാൽ പത്തനംതിട്ട ജില്ലയെ പെന്തക്കോസ്തുകാർ എങ്ങനെ അതിനെ മനോഹരമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തക്കോസ്തുകാരിയായി എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ചില മഹാന്മാരുടെ പേരുകളുണ്ട്. അതിൽ ഒന്നാമത് സ്ഥാനം പിടിച്ചിരിക്കുന്ന സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയാണ് കേട്ടോ. ഇടയാറന്മുളയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയുടെ മുമ്പിലൂടെ പോകുമ്പോൾ ഒന്നെങ്കിലും ഞാൻ അതിനെ ഒന്ന് ഭക്തിയോടെ അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടെ, വളരെ കൗതുകത്തോടെ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. എൻ്റെ തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ അറിയപ്പെടുന്ന സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ വീടെന്ന് ചൂണ്ടിക്കാണിപ്പാൻ ഇന്നും ഓർമ്മയിൽ നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ്, അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹം
ഒരു പെന്തക്കോസുകാരൻ അല്ലായിരുന്നു എങ്കിൽ പോലും പെന്തക്കോസിന്റെ അനുഭവം നന്നായി സൂക്ഷിച്ച് ജീവിച്ച ഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പത്തനംതിട്ട ജില്ലയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അടുത്തതായിട്ട് ഞങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നത് ആശാരി ഉപദേശിയാണ്, അതും ഇടയാറന്മുളയിൽ നിന്നും. ആശാരി പറയാണ്, എന്റെ തല കണ്ടിച്ചിട്ടാൽ ആ തല 6 മണിക്കൂർ നിന്നോട് സംസാരിക്കും. 6 മണിക്കൂർ നിന്നോട് സംസാരിക്കും. നീ വെള്ളത്തിലും ആത്മാവിലും വീണ്ടും ചലിച്ചില്ല എങ്കിൽ, നീ വെള്ളത്താലും ആത്മാവിലും ചലിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണത്തില്ല. ഇന്ത്യയുടെ ബില്ലിഗ്രഹം എന്നറിയപ്പെടുന്ന അദ്ദേഹം പത്തനംതിട്ട ജില്ലയുടെ മഹാത്മ്യം വർദ്ധിപ്പിച്ചു എന്നുള്ളതിന് യാതൊരു തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് മഹാകവി സൈമൺ സാറാണ്. അദ്ദേഹം ഇടയാറന്മുളയിൽ നിന്നാണ്. അദ്ദേഹം ആത്മലോകത്തിന് നൽകിക്കൊടുത്ത പാട്ടുകൾ, അതിൻ്റെ സംഭാവനകൾ ഏറെയാണ്. അതും പത്തനംതിട്ട ജില്ലയുടെ മഹാത്മ്യം അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാതെ പറയുവാൻ കഴിയും. ഇതെല്ലാം ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് എടുത്തു പറയുവാൻ കഴിയുന്ന ഒരു കൂട്ടം മഹാന്മാരുടെ പേരാണെങ്കിൽ, ഞങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന പത്തനംതിട്ട ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു മഹാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ പെടുന്ന ഒന്നാമത്തെ പേരാണ് വാര്യാപുരം യോനാചായൻ. 1994 മാർച്ചിൽ അദ്ദേഹം ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രായമൊന്നുമില്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഞങ്ങൾ നന്നായി രസിക്കുന്നുണ്ടെങ്കിലും എന്താണ് പെന്തക്കോസ്ത്, എന്താണ് അന്യഭാഷ, എന്താണ് അഭിഷേകം എന്നൊക്കെ അങ്ങോട്ട് വ്യക്തമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാത്ത ഒരു പ്രായത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സഭയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. എന്നാൽ ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ വെച്ചിരിക്കുന്ന അതിരുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്നും ദൈവം ഒരു വ്യക്തിയെ നിഷ്കളങ്കമായി പരിശുദ്ധാത്മാവിനെ നിറച്ച് ആ വ്യക്തിയെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ക്രിസ്തുവിൽ അംഗീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. ആ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഞങ്ങൾ നോക്കാറില്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാറില്ല, അവരുടെ പ്രസൻറ്റ് നോക്കാറില്ല, അവരുടെ ഭാവി ഞങ്ങൾ ചോദിക്കാറേ ഇല്ല. ഞങ്ങൾ ക്രിസ്തുവിൽ അവരെ നിഷ്കളങ്കമായി അംഗീകരിച്ച് ആ പരിശുദ്ധാത്മാവിലൂടെ അവരെ ബഹുമാനിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാര്യാപുരം യോനാചാൻ ഞങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ജില്ലയിൽപ്പെട്ട ആളായതുകൊണ്ടും ഞങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒരു ദൂരത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് കൊണ്ടും അഭിഷേകമുള്ളവരുടെ അടുക്കളയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ മമ്മിയുടെ ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഞങ്ങളെയും അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളോട് പ്രവചനം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ടും ഉണ്ടെന്നുള്ളത് ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ആ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ അദ്ദേഹം ചുമന്ന അഭിഷേകത്തെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 1994 മാർച്ചിൽ അദ്ദേഹം ക്രിസ്തുവിനോട് ചേരുമ്പോൾ ആ ഒരു വിശേഷം മുഴുവൻ ലോകത്തെയും അറിയിക്കുക എന്നുള്ളത് അന്ന് യൂസ് ചെയ്തിരുന്ന ഒരു മീഡിയ എന്ന് പറയുന്ന മലയാള മനോരമ ന്യൂസ് പേപ്പറുകളായിരുന്നു. അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയകളൊന്നുമില്ല. അതുകൊണ്ട് ആ പേപ്പറിൽ അച്ചടിച്ച് ഒരു വീട്ടുമുറ്റത്ത് വന്ന് കിടന്നപ്പോൾ അത് തുറന്നു നോക്കി, ഇല്ല കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുന്നത് പോലെ വാര്യാപുരം യോനാചാൻ ക്രിസ്തുവിൽ നിര്യാതനായി എന്നുള്ളത് വായിച്ച് അത് അടച്ചു വെക്കുന്നതല്ല. ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി അതിനെ അതുപോലെ തന്നെ ഏറ്റെടുത്ത്, അയ്യോ ഒരു ഭക്തൻ, ഒരു അഭിഷിക്തൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ആ അഭിഷേകത്തെ ചോദിച്ചു വാങ്ങി മറ്റൊരു പാത്രത്തിൽ സൂക്ഷിക്കാൻ ബുദ്ധിയോടെ അതിനെ കൈകാര്യം ചെയ്ത ആ നിമിഷത്തെ നമുക്കൊന്ന് അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. ഉണ്ണിച്ചാൻ്റെ ഭവനത്തിൽ മിക്കവാറും വാര്യാപുരം യോനാചാൻ വരും. അപ്പം അവിടെ കൺവെൻഷനൊക്കെ നടക്കുമ്പം ഈ അച്ഛൻ അങ്ങനെ വരാറില്ല. യോഗത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാറില്ല. ഞാൻ പറഞ്ഞു, ഗ്രേസ് നമ്മുടെ വീട്ടിൽ നമുക്കൊന്ന് പോകാൻ പറഞ്ഞു. വാതിക്കലോട്ട് കയറി ചെല്ലുമ്പോൾ വാര്യാപുരം യോനാചാൻ പറഞ്ഞു, മോനെ, ശൗലിൻ്റെ ഗ്രഹത്തിൽ മെഫീബോശത്തിനെ കണ്ടതുപോലെ നിന്നെ കണ്ടിരിക്കുക. അത് സിംഹഗർജനത്തിലാണ് പറഞ്ഞത്. അച്ഛൻ അത് കേട്ടു, അവരുടെ ദൂതേ കേട്ടുള്ളൂ. അത് കഴിഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഒരു ദൂത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ബ്രദറൻ വിശ്വാസത്തിലാണെന്ന് പറഞ്ഞാൽ അച്ഛൻ വളരെ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഉത്സാഹിയായ ഒരു മനുഷ്യനാണ്. ഓടി നടന്ന് ട്രാക്ട് കൊടുക്കാനും പുള്ളി ഒരു മിനിറ്റ് അടങ്ങിയിരിക്കില്ല. അങ്ങനെ ഇരുന്ന് അവിടുന്ന് ഞങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ അച്ചായൻ്റെ ഈ ശുശ്രൂഷയുടെ പോലെ പേപ്പറിൽ വാര്യാപുരം യോനാചാൻ പെട്ടെന്നല്ല പുള്ളി പ്രായമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടു. ഞാൻ ആ പേപ്പർ എടുത്തുകൊണ്ട് വന്ന്, ആരുമില്ല എനിക്ക് സഹായിപ്പാൻ ആരുമില്ല, ഞാൻ ആ പേപ്പർ എടുത്ത് ഞാൻ ഒരു പ്രവാചകിയോ
അല്ല ഒന്നുമല്ല, ഞാൻ എൻ്റെ വിഷമത്തിൽ ഞാൻ ആ പേപ്പറെ കൈവച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ഒരു വിശ്വസ്ത പ്രവാചകൻ ദേശത്തു നിന്ന് മാറ്റപ്പെട്ടു, എൻ്റെ ഭർത്താവിനെ നീ ഇതുപോലെ ആക്കിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ മുന്നിലുള്ള ഭവിഷ്യത്തെന്തോ പിന്നിലുള്ളതെന്തോ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി അക്സ ചോദിച്ചതുപോലെ, കർത്താവെ, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലേ അയച്ചത്? കർത്താവെ, അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു, കർത്താവെ, നീ എന്നെ തെക്കേ ദേശത്തേക്കാണ് അയച്ചിരിക്കുന്നത്. അവിടെ മേലിലും കീഴിലും നീറുകളെ തുറന്നു കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം എൻ്റെ ജീവിതത്തിലും നൽകി തന്ന എല്ലാ നന്മകൾക്ക് കൃപകൾക്കായി സ്തോത്രം. ഭാര്യാപുരം യോനാച്ചാൻ ചുമന്ന അതേ അഭിഷേകത്തെ ദൈവം പകർന്നു കൊടുക്കാൻ കരുണ കാണിച്ച ആ പാത്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലക്കാരനായ ഞങ്ങളുടെ അയൽവാസിയായ എൻ്റെ പപ്പായുടെ കൂട്ടുകാരനായ എരുമക്കാട് വാളങ്കലായി ബാബുച്ചായനായിരുന്നു. അത് ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചില 1-2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു 2 സിസ്റ്റേഴ്സ് ചെയ്തതായ ഒരു വീഡിയോ യൂട്യൂബിൽ ഞാൻ കാണുകയുണ്ടായി. അവരാരാണെന്ന് എനിക്ക് അറിയുകയില്ല. അത് പറഞ്ഞത് ബാബുച്ചാനെക്കുറിച്ചാണ്. അവർ പറഞ്ഞത് ഭാര്യാപുരം യോനാച്ചൻ പോയതിന് ശേഷം അതിന് തുല്യനായി എഴുന്നേറ്റതായ ഒരു പ്രവാചകനാണ് പ്രിയ വാളങ്കാലയിലെ ബാബുച്ചായൻ. അദ്ദേഹത്തിൻ്റെ 2 പേരുടെയും ഭാര്യാപുരം യോനാച്ചൻ്റെയും ബാബുച്ചാൻ്റെയും ഫോട്ടോയും കൊടുത്തിട്ട് 2 പേരും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, 2 പേരുടെയും ശുശ്രൂഷ ഒരുപോലെ ആയിരുന്നു എന്ന് ആ സിസ്റ്റേഴ്സ് പറഞ്ഞത് ഞാൻ കാണുകയുണ്ടായി. അയ്യോ, എൻ്റെ പാസ്റ്റർ പറയുന്ന ആ 2 സഹോദരിമാർ, അത് ഞാനും എൻ്റെ ട്വിൻ സിസ്റ്ററുമാണ്. ഞങ്ങൾ 2 പേരും കൂടെ ബാബുച്ചാനെ കുറിച്ച് ചെയ്ത വീഡിയോ കണ്ടിട്ട് കേരളത്തിലെ സകല പെന്തക്കോസുകാരെ എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ വിഴുങ്ങോണ്ടൊക്കെ വായും പൊളിച്ച് ഞങ്ങളുടെ നേരെ വന്നു. ആ വീഡിയോയുടെ കോമന്റ് സെക്ഷനിൽ വന്ന കോമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പെന്തക്കോസുകാർ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകും. അത്രയ്ക്ക് നല്ല ഗ്രാൻഡ് കോമന്റ്സ് ആയിരുന്നു അവിടെ വന്നിരുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ദൈവദാസൻ തന്നെയാണ്. ഞങ്ങളെ ആർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഞാനും എൻ്റെ ട്വിൻ സിസ്റ്ററും ഒക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ കേരളം വിട്ട ആൾക്കാരാണ്. അതുകൊണ്ട് വല്ലപ്പോഴും വെക്കേഷന് മാത്രമാണ് നാട്ടിൽ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ആർക്കും അറിയില്ല. അന്ന് ഞങ്ങൾ ആ വീഡിയോ ചെയ്തപ്പോൾ അതിന് നേരെ അനേകർ അല്ലെങ്കിൽ ആത്മീയ ഗുണ്ടകൾ, ചില തനി പരീശന്മാർ അദ്ദേഹത്തിന് നേരെ ശബ്ദമുയർത്തി ഇവനെ ക്രൂശിക്ക എന്ന് അങ്ങൊന്നും ഇങ്ങൊന്നുമൊക്കെ ആർത്ത് വിളിച്ചത് നിമിത്തം ഞങ്ങൾക്ക് ആ വീഡിയോ ഹൈഡ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹം കൈകുപ്പി പറഞ്ഞു, ഒരിക്കലും പ്രസിദ്ധിയെ ആഗ്രഹിക്കാത്ത അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ആ വീഡിയോ അങ്ങ് ഹൈഡ് ചെയ്തേരെ. അദ്ദേഹത്തിൻ്റെ വാക്ക് മാനിച്ചുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ ഹൈഡ് ചെയ്തു. ഇന്നും അദ്ദേഹത്തിനുള്ള ബഹുമാന നിമിത്തം ആ വീഡിയോ ഞങ്ങൾ ഹൈഡ് ചെയ്ത് തന്നെ ഇട്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 2026 ജൂൺ മാസം അദ്ദേഹം തൻ പ്രിയം വെച്ച ക്രിസ്തുവിൽ ചേർക്കപ്പെട്ടത് കൊണ്ട് ഇനിയും ആർക്കും അദ്ദേഹത്തെ കല്ലെറിയാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചില വാക്കുകളാണ് ഇന്ന് ഞങ്ങൾ ക്രിസ്തുവിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി, മനസ്സിലാക്കി, അനുഭവിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചുമന്ന ആ മാന്യ അദ്ദേഹം പത്തനംതിട്ട ജില്ലയുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു അദ്ദേഹം ചരിത്രത്തിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സൂക്ഷ്മമായി നോക്കി പറയുവാൻ കഴിയും. ഈ ഒരു ഭക്തന്റെ അന്ത്യയാത്രയിൽ ചെന്ന് ചേരണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ അടക്കാരാധനയിൽ ചെന്ന് സംബന്ധിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു കൊതിയായിരുന്നു. ആ കാര്യം ദൈവം എനിക്ക് സാധിപ്പിച്ചു തന്നു. എൻ്റെ പപ്പായുടെ കൂട്ടുകാരനാണ്, ഞങ്ങളുടെ അയൽപ്പക്കമാണ്. എന്നാൽ ആ രീതിയിലൊന്നും ഞാൻ ഈ അങ്കിളിനെ പരിചയപ്പെട്ടിരുന്നില്ല. ഒരു ബുധനാഴ്ച പകൽക്കാലം ഞാനിവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. എൻ്റെ പപ്പായും മമ്മിയും ഒത്തിരിയും ഈ അങ്കിളിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ നിരാശയുടെ കയത്തിൽപ്പെട്ട് മുൻപോട്ട് പോകണോ പുറകോട്ട് പോകണോ, ജീവിക്കണോ മരിക്കണോ എന്നറിഞ്ഞുകൂടാതെ ഞാൻ കലക്കത്തിലായിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അനുഭവം ഞാൻ ഇവിടെ കടന്നു വന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, മോളെ, ഇപ്പോൾ നിൻ്റെ അവസ്ഥ ഇതാണ്, എന്നാൽ നിനക്ക് വെച്ചിരിക്കുന്ന ഭാവി ഇതാണ്, നിൻ്റെ പൊട്ടൻഷ്യൽസ് ഇതാണ്, അതുകൊണ്ട് നീ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക, ഇങ്ങനെ ആരാധിക്കുക, ഇങ്ങനെ വചനം പറയാമെന്ന് പറഞ്ഞ് എന്നെ ഉത്സാഹം കൊണ്ട് നിറച്ചു. പ്രത്യാശയുടെ വാതിൽ എനിക്ക് തുറന്നു തന്നു. അതേ നിഷ്കളങ്കനായി നിർമ്മലനായി യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒത്തിരിയും സേവ ചെയ്തവനാണ്. നല്ലൊരു പിതാവായിട്ട്, നല്ലൊരു നേതാവായിട്ട്, നല്ലൊരു ഭരണാധികാരിയായി, അതിനൊക്കെ ഉപരിയായി നല്ലൊരു ഇടയനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ദൈവത്തെ കൊണ്ട് ചെയ്യിച്ച എല്ലാ ശുശ്രൂഷകൾക്കുമായി ഞാൻ വീണ്ടും നന്ദി പറയുന്നു. 2021 എൻ്റെ പപ്പ മരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ,
കുറഞ്ഞ പക്ഷം ഈ ബാബുച്ചായനെങ്കിലും ഞങ്ങൾക്ക് ജീവനോടെ ദൈവം തരണം. ദീർഘായുസ് കൊണ്ട് നിറച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും അനുഭവിപ്പാൻ ഇദ്ദേഹത്തെ ജീവനോടെ ദീർഘായുസ് കൊണ്ട് നിറച്ച് സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത മമ്മി എന്നോട് വിളിച്ചു പറയുമ്പോൾ എൻ്റെ ശരീരം കുറച്ച് നേരത്തേക്ക് മരവിച്ചു പോയി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, നീ ഇത്ര സ്വാർത്ഥനാണോ? ദൈവത്തിൻ്റെ ലാഭം മാത്രം നോക്കുന്ന ദൈവം ഇത്ര സ്വാർത്ഥനാണോ എന്ന് കഴിഞ്ഞ നിമിഷം വരെയും ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. അത് ഞങ്ങളുടെ തലമുറ ഞങ്ങളെ അനാഥരാക്കിക്കൊണ്ട് ഞങ്ങളുടെ തലമുറകൾക്ക് അനുഭവിപ്പാൻ കഴിയാതെ വേണം ഇങ്ങനെയുള്ള ഭക്തന്മാരെ ദൈവം വേഗത്തിൽ വിളിച്ചു വേർതിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വാർത്ഥത എന്ന് തന്നെ ഈ പകൽക്കാലം ഈ നിമിഷവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇദ്ദേഹം ദീർഘായുസോടെ ജീവിച്ചിരിക്കണം ഞാൻ ഒത്തിരിയും ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഭാര്യാപരം യോനച്ചായൻ മരിച്ചപ്പോൾ പ്രിയമാമ ആത്മാവിനെ ചോദിച്ചു വാങ്ങി അഭിഷേകത്തിൻ്റെ പുതപ്പ് അനേകരെ വിടിവെച്ചെടുപ്പാൻ പ്രത്യേകിച്ചും ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ വിടിവെച്ചെടുത്ത ആ ശുശ്രൂഷകൾക്കായി ഞാൻ നന്ദി പറയുകയാണ്. എങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ചേതനേറ്റ ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് എലീശ പ്രാർത്ഥിച്ചതുപോലെ അവസാനമായി ഈ പ്രാർത്ഥന കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവേ, ഞങ്ങൾക്ക് തേരാളിയുമായിരുന്നവൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പ് അടുത്ത തലമുറകളിലേക്ക് പകരുവാൻ ദൈവം കരുണ കാണിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ഭയങ്കരമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കണ്ടു മനസ്സിലാക്കിയത്, കടന്നു വന്ന സകല ജനത്തെയും ഒരുപോലെ കരയിച്ച്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ, ഒരു ഭക്തൻ്റെ, അല്ലെങ്കിൽ മുഴുവൻ ലോകത്തിനും പ്രയോജനപ്പെട്ട ഒരു ഭക്തൻ്റെ വേർപാട് എത്ര അധികം ജനത്തെ അത് സ്വാധീനിക്കുന്നു, അവരെ എത്ര അധികം അത് ശൂന്യമാക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം ജനം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എത്ര അധികം ജനം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഞാൻ നന്നായി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു. ഇനി ആരായിരുന്നു പ്രിയ ബാബുച്ചായൻ എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവരുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. ഈ ദേശത്ത് ദൈവത്തിൻ്റെ ആലോചന പറയുന്ന ഒരു പ്രവാചകനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, പ്രിയപ്പെട്ട ബാബുച്ചായനായിരുന്നു. മരം നിൽക്കുന്നതിനെക്കാട്ടിലും വിലയാണ് മരം വീഴുമ്പോൾ. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ ബാബുച്ചായൻ എന്ന മരം നിന്നു. ഒത്തിരി പേർക്ക് തണൽ നൽകി. മക്കൾക്ക്, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്ക് ഈ മരം തണലായിരുന്നു. ഒത്തിരി വേദനപ്പെട്ടവർക്ക് ഈ മരം ആശ്വാസം പകർന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് തൻ്റെ ശുശ്രൂഷയിലൂടെ ഈ മരം ബലം പകർന്നു. ഒരുപാട് പ്രിയപ്പെട്ടവർ, പക്ഷികൾ ഈ മരത്തിൽ ചേക്കേറി. ഞങ്ങൾ പരിചയം സ്ഥാപിക്കുന്ന നാളുകളിൽ ബാബുച്ചായൻ ബ്രദറൻ സമൂഹത്തിൻ്റെ ഒരു അംഗമായിരുന്നു. എന്നാൽ അഭിമാനത്തോടെ പറയട്ടെ, ഏത് സമൂഹത്തിൽ നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി തൻ്റെ ഉള്ളിൽ ഒരു ദർശനമുണ്ടായിരുന്നു, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സാലിമാമയോട് സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാക്കിയത്. താൻ ആ സമൂഹത്തിൽ നിന്നിരുന്ന കാലത്തും വീട്ടിലൊരു TV വെച്ചിരുന്നില്ല. അതുപോലും ആഡംബരമായി കരുതിയിരുന്ന ഒരു ധീരനായ മനുഷ്യനാണ്. തൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരെയും ഒരു TV പോലും കാണിക്കാൻ തുനിയാതെ നല്ല ട്രെയിനിങ് കൊടുത്തിരുന്ന ഒരു നല്ല പിതാവ്. ആണെന്ന് ചോദിച്ചാൽ അല്ല, ഒരു പിതാവാണോ? അല്ല, അതിനേക്കാൾ അപ്പുറമായി, ആഴമായി. എൻ്റെ വൈഫ് ഇന്നലെ എന്നോട് ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, അച്ഛാ, ഇനി നമുക്കാരുണ്ടെന്ന ആലോചന പറഞ്ഞു തരുവാൻ. യഥാർത്ഥത്തിലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ കൈ താങ്ങലും തന്നത്. ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്നാണ് ശുശ്രൂഷ പഠിച്ചത്. ഒരഭിഷേകത്തിൻ്റെ തലത്തിലേക്ക് ദൈവനെ കൊണ്ടുവന്ന് ഈ ഭവനത്തിൽ വെച്ച എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൃത്തൻ. ദൈവജനം നമ്മൾ വായിക്കുന്നു, ചിലരുടെ പേര് സ്ഥലത്തോടു കൂടെ ചേർന്ന് എഴുതപ്പെട്ടതുപോലെ ബാബു പാസ്റ്റർ പേര് സ്ഥലത്തോട് തന്നെ ചേർന്ന് എഴുതപ്പെട്ടത്. ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ശോഭിക്കുന്ന ഒരുപാട് കർത്തദാസന്മാർ, അവരുടെയൊക്കെ ആരംഭങ്ങൾ ഈ വീട്ടിലായിരുന്നു. കൂട്ടുദൈവദാസന്മാർക്ക് അദ്ദേഹം ബാബുച്ചായനായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം ബാബു അപ്പച്ചനായിരുന്നു. അങ്ങനെ അനേകരോട് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ് അവരെ ക്രിസ്തുവിൽ ഉറപ്പിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ സ്വാധീനം ചെലുത്തുവാൻ ഈ അനുഗ്രഹീതനായ ദൈവദാസന് കഴിഞ്ഞു എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. ഈ ദേശത്തുനിന്ന് ഈ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരാത്തവർ വളരെ ചുരുക്കമാണ്. ഈ വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കാത്ത ദൈവദാസന്മാരും ചുരുക്കമാണ്. അങ്ങനെ വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള ഒരുപാട് ദൈവദാസന്മാർ വരാത്തവരായിട്ടുണ്ട്. പക്ഷെ വന്നവരിൽ ചിലരെ നമുക്ക് പുറകാലെ കാണാം. വർഷങ്ങൾക്ക് മുമ്പ്
ആ ഭവനത്തിൽ പോകുവാനും ശുശ്രൂഷകളിൽ സംബന്ധിപ്പാനും വിശേഷിച്ച് ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ പല സന്ദർഭത്തിൽ ഇടയായിട്ടുണ്ട്. സുവിശേഷ ജീവിതത്തിൽ ഞാനൊക്കെയും ആദ്യമായി പ്രഭാഷണത്തിനിറങ്ങുന്ന കാലഘട്ടത്തിൽ എരുമക്കാട്ട ഭവനത്തിൽ പോയി സന്തോഷത്തോടെ ചെറിയ രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുകയും പ്രിയപ്പെട്ട ബാവുച്ചാനൊക്കെ ഞങ്ങളെപ്പോലുള്ള അനവധി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യോഗം കഴിഞ്ഞതിന് ശേഷം പ്രിയ സാലിമാമ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഭക്ഷണം തരികയും ബലത്തോടെ ബാവുച്ചാൻ പ്രാർത്ഥിച്ചു വിടും. എരുമക്കാട്ട ഭവനത്തിൽ നിന്ന് തുടങ്ങിയത് എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട്. ചെറിയ ശുശ്രൂഷകളുടെ നടുവിൽ കേരളത്തിലെ 800-ൽ പരം പഞ്ചായത്തുകളിൽ സുവിശേഷം പ്രസംഗിപ്പാൻ മഹത്വവാനായ ദൈവം ഇടയാക്കി. ഇവിടെ പറഞ്ഞത് ആരും മുഖസ്തുതിയല്ല, സാധാരണ മരണ വീട്ടിൽ മുഖസ്തുതിയാണ് കാണുന്നത്. അദ്ദേഹത്തെ പോലെ വിശ്വസ്തനായ, വിശുദ്ധനായ, അതുപോലെ നല്ല ത്യാഗസമ്പൂർണനായ, അതുപോലെ തന്നെ ഏത് കാര്യത്തിലും ഉത്സാഹിയായിരുന്നു. ഏത് ഇന്ന ജോലിയെന്നില്ല, ഏത് ജോലി ചെയ്യുന്നതിനും ഉത്സാഹിയായിരുന്നു. എൻ്റെ അച്ചായനാണ് ഓരോ ദിവസം വേണ്ടതെല്ലാം പറഞ്ഞു തരും. എല്ലാ ഭർത്താക്കന്മാരും ഒന്നും അങ്ങനെ പഠിപ്പിക്കുകയല്ല. ഞാൻ ഒരു കണക്കിന് ഭാഗ്യമുള്ളവളാണ്. സ്ത്രീകളുടെ ബഹുമാനം നേടിയെടുക്കുവാൻ അർഹതയുള്ള ഒറ്റ പുരുഷനും പെന്തക്കോസ്തൽ ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന എന്റെ മുൻപിലേക്ക്, അല്ല മോളെ, നിനക്ക് തെറ്റുപറ്റി, പെന്തക്കോസ്തലെ സ്ത്രീകളുടെ ബഹുമാനം നേടിയെടുക്കുവാൻ യോഗ്യതയുള്ള പുരുഷന്മാർ പെന്തക്കോസ്തൽ ഉണ്ട് എന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഒരു ദൈവകൃത്യനാണ് വളങ്കാലിലെ ബാവുച്ചായൻ. അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മീയ അസൂയ എന്തെന്ന് പോലും അറിയാമല്ലാത്ത ഒരു വ്യക്തിയാണ് വളങ്കാലിലെ ബാവുച്ചായൻ. അഭിഷേകത്തിന് സൗന്ദര്യമുണ്ട്, അഭിഷേകത്തിന് സുഗന്ധമുണ്ട്, അഭിഷേകത്തിന് സൗരഭ്യ വാസനയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബാബുച്ചായന്റെ ജീവിതം കണ്ടിട്ടാണ്. ചേർത്ത് നിർത്തിയവർ നമ്മെ വിട്ട് വേർപെട്ട് ദൂരേക്ക് പോയി കഴിയുമ്പോൾ ആ വേർപാടിന്റെ വേദനയുടെ വീര്യം കുറയണമെങ്കിൽ കുറെ നാം പണിപ്പെടേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ബാബുച്ചായന്റെ വീടും അങ്കണവും അതിന്റെ പരിസരങ്ങളും, ഒരുപാട് ഭൂമി കൈമുതലായുള്ള ബാബുച്ചായൻ തന്റെ വീടും അതിന്റെ പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. കൃഷിയെയും പ്രകൃതിയെയും എന്നും സ്നേഹിച്ചിരുന്ന ബാബുച്ചായൻ തന്റെ കൃഷിയിടത്തിൽ ഒരുപാട് കൃഷികൾ ഇറക്കിയിരുന്നു. അതിന്റെ തെളിവെന്ന വണ്ണം ആ കൃഷിയിടത്തിൽ അവിടങ്ങളിലായി നിൽക്കുന്ന അത്തിമരങ്ങൾ, പാവൽ കൃഷി, വാഴക്കൃഷി, തെങ്ങ്, ജാതി എന്നിത്യാദി മരങ്ങളൊക്കെ അദ്ദേഹം നട്ടുപിടിപ്പിച്ചിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ കാണുന്ന ഗേറ്റിന്റെ അവിടെ കാറ് നിർത്തിയിട്ട് ഹോൺ അടിക്കും. അപ്പോൾ ബാവുച്ചായൻ വന്ന് ഗേറ്റ് തുറക്കും. എന്നിട്ട് ഈ വിശാലമായ ഗ്രൗണ്ടിൽ കൂടി ഞങ്ങളുടെ വണ്ടി കയറി വരും. ഈ ഗ്രൗണ്ടിലിട്ട് വണ്ടി തിരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഒരുപാട് സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ ഇടതുവശത്ത് പാർക്ക് ചെയ്യും. എന്നിട്ട് ആ കാണുന്ന സ്റ്റെപ്പിൽ കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലും. എന്റെ ഉള്ളിൽ ഒരു നിരാശ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്നെ കൊണ്ട് മമ്മി വളങ്കലിലെ ബാവുച്ചാന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പം ബാവുച്ചാൻ എന്നോട് പറഞ്ഞു, മോളെ നീങ്ങി വന്നേ. എന്നിട്ട് എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, നിന്നെക്കുറിച്ച് ദൈവാത്മാവ് ഒരു വെളിപ്പാട് കാണിക്കുന്നു. നിന്റെ ഒരു ചെവിയില് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, മറ്റേ ചെവിയില് പിശാച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നീ പരിശുദ്ധാത്മാവ് പറയുന്നത് ഒന്നും തന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. നീ ശ്രദ്ധിക്കുന്നത് മുഴുവനും പിശാച് നിന്നോട് പറയുന്നതാണ്. നീ ശ്രദ്ധിച്ചിട്ട് അതിന് യെസ് 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിശാച് പറയുന്നത് നീ കേട്ടിട്ട് അതിന് യെസ് പറയാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഇന്നതായിരിക്കും നിന്റെ അവസാനം. അതല്ല, പരിശുദ്ധാത്മാവ് പറയുന്നത് ശ്രദ്ധിക്കുവാൻ തീരുമാനമെടുത്താൽ ഇന്ന കാര്യങ്ങളായിരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്നോട് ഇദ്ദേഹം കണ്ട ഒരു വെളിപ്പാട് പറഞ്ഞു. എന്നിട്ട് എന്റെ മമ്മിയോട് പറഞ്ഞു, കാര്യം സീരിയസ് ആണ്, തമാശയായിട്ട് എടുക്കാനുള്ള കാര്യമല്ല, ദൈവമ്മ ഇന്ന വിഷയങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ആ ദൂത് പറയുമ്പോഴാണ് എന്റെ മനസ്സില് ഞാനൊരു തീരുമാനമെടുക്കുന്നത്. ഇനിയും ഞാനിങ്ങനെ സില്ലിയായിട്ട് നിന്നാൽ കാര്യം ശരിയാകത്തില്ല, ഞാൻ ഉണർന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനമെടുത്തത്. ടാപ്പ് തുറന്നതുപോലെ ഒരു തീരുമാനം ഞാൻ എടുത്തു. അന്നുപോലെ ഞാൻ ആരാധിക്കാൻ തുടങ്ങി. അപ്പം പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു വിഷയം ഞാൻ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ഞാൻ ആരാധിക്കാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ ദൈവാത്മാവ് എനിക്കൊരു പുതിയൊരു അഭിഷേകം എന്റെ മേൽ പകർന്നു, എന്നെ വിടുവിക്കാൻ തുടങ്ങി. എന്റെ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഉദ്ധരിച്ചെടുത്ത് ക്രിസ്തുവിൽ ഉറപ്പിച്ച ഒരു ദൈവദാസനാണ് പ്രിയ
ബാബുച്ചായൻ ഞങ്ങൾ വർഷങ്ങളോളം 1 അല്ല 2 അല്ല 3 അല്ല 5 അല്ല 10 അല്ല വർഷങ്ങളോളം ഞങ്ങൾ കുടുംബമായി കഷ്ടതയുടെ താഴ്വരയിൽ കൂടി നടന്നുപോയ ഒരു കുടുംബമാണ്. പക്ഷേ ഞങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തിയത് ബാബുച്ചായന്റെ ശുശ്രൂഷ, ബാബുച്ചായനിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച ദൈവാലോചനയാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. എന്റെ സാക്ഷ്യം തന്നെയാണ് എന്റെ സിസ്റ്ററിനും പറയാനുള്ളത്. എന്റെ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഞാനും ചിന്തിച്ചു, ദൈവം ഇത്ര സ്വാർത്ഥനാണോ? കാരണം എൻ്റെ പപ്പ പോയ സങ്കടം എനിക്ക് പെട്ടെന്ന് മാറി കിട്ടിയതുപോലെ തോന്നി. കാരണം എനിക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ പപ്പ പോയാലും സാരമില്ല, ബാബുച്ചാനുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ബാബുച്ചാൻ ജീവിച്ച് കേരളത്തിലിരിക്കുന്നത് ഇപ്പൊ എൻ്റെ അടുത്ത് വേണമെന്നില്ല, പക്ഷെ എങ്കിൽ എവിടെയെങ്കിലും ഭൂമിയിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് മതി. പക്ഷെ ബാബുച്ചാൻ ജീവനോടുണ്ടെന്നുള്ളത് എനിക്കൊരു ബലമായിരുന്നു. അത്രയ്ക്ക് ഞങ്ങൾ കുടുംബമായി സ്നേഹിച്ച ഒരു ദൈവദാസനായിരുന്നു പ്രിയ ബാബുച്ചാൻ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു രംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ബാബുച്ചായൻ വീട്ടിൽ വന്നു. മമ്മി പറഞ്ഞു, മോളെ ഇതാണ് ബാബുച്ചായൻ, ഇവിടെ അടുത്താണ് വീട്, വാളങ്കാലയിൽ നിന്നാണ് ഇവരുടെ വീട്ടുപേര് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ പെരുമാറ്റം എല്ലാം എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും എനിക്ക് എന്റെ ഹൃദയത്തിൽ പതിയുന്നത് പോലെ തോന്നി. ഇദ്ദേഹത്തിന്റെ സംസാരം, ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ശൈലി, ഇദ്ദേഹം അന്യഭാഷ പറയുന്നത്, ഇത് ദൂത് പറയുമ്പം ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ബാക്കി ആരെന്ത് പറഞ്ഞാലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ബാബുച്ചാൻ എന്നോട് സംസാരിക്കുമ്പം അത് ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇദ്ദേഹത്തിൽ ഒരു ദൈവാത്മാവുണ്ട്. ഇദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന അഭിഷേകം അത് ചെറിയ അഭിഷേകമല്ല. ഇദ്ദേഹത്തിൽ വസിക്കുന്ന ദൈവാത്മാവ് അത് കള്ളത്തരം അല്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നി തുടങ്ങി. ബാബുച്ചായന്റെ ജീവിതം കണ്ടിട്ടാണ് അഭിഷേകം പ്രാപിച്ചാലുള്ള ഗുണമെന്ത്, അഭിഷേകം പ്രാപിച്ചാലുള്ള മേന്മകൾ എന്ത്, അഭിഷേകം പ്രാപിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അങ്ങനെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും ഒന്നിച്ച് ഇങ്ങനെ റൂഫ് തുറന്ന് ചാപ്പ ഭാട്കെ ദൈവം കൊടുത്ത് അനുഗ്രഹിച്ച് വെച്ചിരുന്ന ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ബാബുച്ചാൻ മരിച്ചപ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞതും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കണ്ണുനീര് എന്റെ കണ്ണിൽ കൂടി ഒഴുകിയതും. ബാബുച്ചായനെ പോലെ ഒരു ദൈവദാസനെ ഞാൻ ഈ ഭൂമിയിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തിനാണ് ബാബുച്ചായനെ മാറ്റി നിർത്താൻ പറ്റുന്നത്? ആത്മീയ വിഷയങ്ങൾ ഒന്നിനും ബാബുച്ചായനെ മാറ്റി നിർത്താൻ പറ്റുമായിരുന്നില്ല. രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഡൽഹിയിലുള്ള ഹിന്ദിക്കാരെല്ലാം ഒരു സ്ലോഗൻ ചൊല്ലിയിരുന്നു, ഒരു മുദ്രാവാക്യം, രാജീവ് ഗാന്ധി അമർ രഹേ. അത് തന്നെയാണ് എനിക്ക് ബാബുച്ചാനെ കുറിച്ചും പറയാനുള്ളത്. ബാബു അങ്കിൾ അമർ രഹേ, ഹമേഷ ഹമേഷ. രക്തബന്ധം ഒന്നുമില്ലാതിരുന്നിട്ടും അനേകർ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. കാരണം ഈ ചേതനയറ്റ ശരീരം ഒരു സാധാരണ മനുഷ്യന്റേതായിരുന്നില്ല, മറിച്ച് ദൈവത്തെ ഭയപ്പെട്ട് വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന ആത്മീയ ജീവിതത്തിൽ അനേകർക്ക് മാതൃകയായി തീർന്ന ഒരു ദൈവദാസന്റേതായിരുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിട്ട യോദ്ധാവ്, ദൈവത്തിന്റെ യുദ്ധങ്ങളെ വീറോടെ നടത്തിയിരുന്ന ധീര പോരാളി, ജീവിത യുദ്ധങ്ങളിൽ ഒരിക്കലും പിന്മാറാതെ വിശ്വാസത്തിന്റെ കവചം ധരിച്ച് ധൈര്യത്തോടെ മുന്നേറിയ ധീര പടയാളി, സുവിശേഷ സത്യത്തിനു വേണ്ടി നിലകൊണ്ട ദൈവഭൃത്യൻ, തന്നിലൂടെ വെളിപ്പെട്ട ദൈവിക ശുശ്രൂഷയിലൂടെ അനേകരെ സ്വാധീനിച്ച ദൈവഭക്തൻ. ലോകം എത്ര വളർന്നാലും ഒരു ദൈവ പൈതലിന് എങ്ങനെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കാമെന്ന് ജീവിച്ച് കാണിച്ചു തന്ന യഥാർത്ഥ ദൈവ പൈതൽ, തന്നിൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ സൗന്ദര്യം കൊണ്ടും സുഗന്ധം കൊണ്ടും അനേകരെ തന്നിലൂടെ ക്രിസ്തുവിലേക്ക് വശീകരിച്ചെടുത്ത ദൈവത്തിന്റെ അഭിഷിക്തൻ. പ്രിയ ദൈവമക്കളെ, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ ആത്മീയ സൗന്ദര്യം കണ്ടിട്ട് അഭിഷേകത്തിന്റെ സൗരഭ്യം മണതിട്ട് മറ്റുള്ളവർ നമ്മിലൂടെ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുമോ എന്നുള്ള വെല്ലുവിളി. ബാബു അങ്കിൾ, ഞങ്ങൾ ഒരിക്കലും അങ്കിളിനോട് ഗുഡ് ബൈ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹം കഭി ഭി आपको अलविदा कहना नहीं चाहते हैं, क्योंकि आप हमेशा हमारे दिल में अमर रहेंगे और जीवित रहेंगे.